2022 അധികം ആരും അറിയാതെ പോയ ഒരു സംഭവം ഇസ്രായേലിൽ നടക്കുകയുണ്ടായി. അമേരിക്കയിലെ ടെക്സാസിൽ നിന്നും 5 ചുവന്ന പശുക്കുട്ടികളെ ഇസ്രായേലിലേക്ക് എത്തിച്ച ആ ഒരു വാർത്ത അന്ന് അധികം ആരും അത് അറിഞ്ഞില്ല. അധികം മാധ്യമങ്ങളൊന്നും അത് ചർച്ചയാക്കിയില്ല. എന്നാൽ ആ 5 പശുക്കുട്ടികൾ ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ വഴിതെളിക്കാവുന്ന കഥാപാത്രങ്ങളായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ട ആ അതിക്രമത്തിന് പിന്നിലും ഈ പശുക്കുട്ടികളുടെ ഒരു കരങ്ങളുണ്ടായിരുന്നുവെന്ന് ഒരു അതിശയോക്തി കലർന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നടക്കുന്നത്? അവരുടെ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിലെ യഹൂദർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിർമ്മാണത്തിൽ ഈ പശുക്കുട്ടികളുടെ റോൾ എന്ത്? ഈ പശുക്കുട്ടികൾ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ചെലുത്താൻ പോകുന്ന അവരുടെ ഒരു സ്വാധീനം, അതുമാത്രമല്ല ഈ പശുക്കുട്ടികളിലൂടെ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ വഴിതെളിക്കാവുന്ന ചില സാഹചര്യങ്ങൾ മധ്യപൂർവേഷ്യയിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലമെന്ത്? അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ പ്രാധാന്യമെന്ത്? അത് എങ്ങനെ നാം നോക്കിക്കാണണം? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. നമ്മുടെ ഇന്നത്തെ നിലപാടിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പശുക്കുട്ടികളാണ്. കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നുമെങ്കിലും അതീവ പ്രാധാന്യമേറിയ, അതീവ ഗൗരവമേറിയ, ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ നയിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് ഈ പശുക്കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം അതിന് അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മിഡിൽ ഈസ്റ്റ്. ഈ 2022 അധികം ആരും അറിയാതെ പോയൊരു വാർത്തയുണ്ടായിരുന്നു. ഈ റെഡ് ഹൈഫേഴ്സ് എന്ന് പറയുന്ന ഈ ചുവന്ന പശുക്കുട്ടികൾ, ഏകദേശം 5ഓളം പശുക്കുട്ടികളെ അമേരിക്കയിൽ നിന്നും ഈ ഇസ്രായേൽ അത് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇസ്രായേലിലേക്ക് എത്തിക്കുന്നു. പശുക്കുട്ടികളെ ഇസ്രായേലിൽ എത്തിച്ചു. അതിന് എന്താണ് ഇത്ര വാർത്താ പ്രാധാന്യമെന്ന് പലർക്കും സംശയം തോന്നാം. പക്ഷേ നമ്മളതിൻ്റെ ബിബ്ലിക്കൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഏതൊരു യഹൂദിൻ്റെ വലിയൊരു സ്വപ്നമാണ് അവരുടെ മൂന്നാമത്തെ ആ ഒരു ദേവാലയം. അതിപ്പോൾ ഈ മുസ്ലിം മതവിശ്വാസികളുടെ അലക്സ മോസ്ക് സ്ഥിതി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് അവരുടെ മൂന്നാമത്തെ ഒരു ദേവാലയം പണിതുയർത്തുക എന്നത് ഏതൊരു യഹൂദിൻ്റെയും ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടി ടെമ്പിൾ മൗണ്ട് പോലുള്ള അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂയിഷ് സംഘടനകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ഈ പശുക്കുട്ടികളുടെ പ്രാധാന്യം ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ ഊനമറ്റ അല്ലെങ്കിൽ യാതൊരു കുറവുമില്ലാത്ത ഈ ചുവന്ന പശുക്കുട്ടിയെ ബലിയർപ്പിച്ച് അതിന് ചാരം വെള്ളത്തിൽ തളിച്ച് അത് തങ്ങളുടെ മേൽ തളിച്ച് ശുദ്ധി വരുത്തിയെങ്കിൽ മാത്രമാണ് ഈ ടെമ്പിൾ മൗണ്ടിലെ ഈ പറയുന്ന ഈ മൂന്നാമത്തെ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കാൻ ഒരു യഹൂദിന് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ പശുക്കുട്ടികൾ ഇവിടെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഊനമറ്റ ഈ ചുവന്ന പശുക്കുട്ടികളെ കണ്ടെത്തുവാൻ ഒരു യഹൂദിന് സാധിച്ചു എന്നത് അതിനിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഫാർ റീച്ചിങ് ആണ്. അത് മതപരമായിട്ടും പൊളിറ്റിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, AD 70 റോമൻ സൈന്യം, ടൈറ്റസിൻ്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം അവിടുത്തെ യഹൂദൻ്റെ ആ ആരാധനാലയം തകർത്തത്. കഴിഞ്ഞ 2000 വർഷമായിട്ട് അവരുടെ സ്വപ്നഭൂമിയായിട്ടുള്ള ആ ജെറുസലേം പ്രദേശത്ത് അവർക്കൊരു ആരാധനാലയമില്ല. അതുകൊണ്ട് ഒരു ആരാധനാലയം പണിതുയർത്തുക എന്നത് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു ആഗ്രഹമാണ്. മാത്രമല്ല ആ ആരാധനാലയം പണിതുയർത്തപ്പെട്ടെങ്കിൽ മാത്രമാണ് അവരുടെ കാഴ്ചപ്പാടിലുള്ള മിശിഹായുടെ ഒരു വരവ് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഒരു അപ്പോക്ലിപ്റ്റിക് ആയിട്ടുള്ള അതീവ ഗൗരവമേറിയ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഒരു വാർത്ത നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട് ഈ റെഡ് ഹൈഫറിൻ്റെ ആ ബലി കൊടുക്കലുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ ഒരു പ്രാക്ടീസൊക്കെ നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പശുവിനെ അവർ അതിന് ബലിയർപ്പിക്കുന്നു, അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ദേവാലയം പണിയാൻ അതിന് തക്കതായിട്ടുള്ള ഒരുക്കങ്ങളുള്ള ഒരു വൈദിക വൃന്ദങ്ങളെ അല്ലെങ്കിൽ വൈദിക പ്രീസ്റ്റ് അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ നടത്തുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കത് ചിന്തിക്കേണ്ടത്, ഞാനതിൻ്റെ ഒരു പെരിഫറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചു. ഞാൻ അരുണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതായത് റെഡ് ഹൈഫേഴ്സ്, ഈ പറയുന്ന പശുക്കുട്ടികൾ എന്തുകൊണ്ട് യഹൂദിന് ഇത്രത്തോളം പ്രാധാന്യമറിയിക്കുന്നു? നമുക്കറിയാം, അത് ബലിയർപ്പിച്ചെങ്കിൽ മാത്രമാണ് ടെമ്പിൾ മൗണ്ടിലേക്ക് അവർക്ക് ദേവാലയം പണിതുയർത്താൻ സാധിക്കുകയുള്ളൂ. ബിബ്ലിക്കലായിട്ട് ഈ റെഡ് ഹൈഫേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഊനമറ്റ ഈ ചുവന്ന പശുക്കുട്ടിയെക്കുറിച്ച് എന്തെല്ലാം പ്രധാനപ്പെട്ട ഗൗരവമേറിയ കാര്യങ്ങളാണ് നമുക്ക് ബിബ്ലിക്കലായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ജോർജി, നമ്മൾ പലതവണ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, ഹമാസാണ് അതിൻ്റെ കാരണക്കാർ, ഹമാസാണ് യുദ്ധം തുടങ്ങി വെച്ചത്. പക്ഷേ ഈ ഒരു ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും, ഹമാസ് അല്ല, ഈ പശുക്കുട്ടികളാണ്, ഈ 5 പശുക്കുട്ടികളാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചതെന്ന് പറയാൻ പറ്റും. പശുക്കുട്ടികൾ നിഷ്കളങ്കരാണ്,
പക്ഷെ അവർ അതിന് നിമിത്തമാവുകയായിരുന്നു. ഇതിൻ്റെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജോർജിയൻ്റെ തുടക്കം ഇട്ടു. അതായത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറേ ജൂതന്മാരുണ്ട്. അവർ ന്യൂനപക്ഷമാണ്, ജൂത സമൂഹത്തിൽ അവർ ന്യൂനപക്ഷമാണ്. അതുപോലെ തന്നെ ചില ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജെറുസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ പുതിയ ദേവാലയം നിർമ്മിച്ചാൽ മാത്രമേ യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ് വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഇവാഞ്ചലിക്കൽസും, അതോടൊപ്പം തന്നെ മിശിഹ, അതായത് ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരാണ് ജൂതന്മാർ. അവരെ സംബന്ധിച്ചിടത്തോളം മിശിഹ ഇതുവരെ വന്നിട്ടില്ല. മിശിഹ ആഗതനാകണമെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ ദേവാലയം പുനർനിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് അവരുടെ വിശ്വാസം. ജൂതന്മാരിൽ തന്നെ പല വിശ്വാസങ്ങളുണ്ട്. ചിലർ ഈ കാര്യങ്ങളൊന്നും ഇടപെടാത്ത സെക്യുലറായിട്ടുള്ള ഒരുപാട് ജൂതന്മാരുണ്ട്. അതോടൊപ്പം തന്നെ മിശിഹ വന്നിട്ടാണ്, അതായത് അവർ പ്രതീക്ഷിക്കുന്ന, അവർ കാത്തിരിക്കുന്ന മിശിഹ വന്നതിന് ശേഷമാണ് ദേവാലയം പുനർനിർമ്മിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജൂതന്മാരുണ്ട്. പക്ഷേ ഈ വിഭാഗം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം, അവർ ചിന്തിക്കുന്നത് ജെറുസലേം ദേവാലയം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ മിശിഹ ആഗതനാവുകയുള്ളൂ, അവർ പ്രതീക്ഷിക്കുന്ന മിശിഹ വരികയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഇവാഞ്ചലിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടിയിട്ടാണ്, യേശു ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടിയിട്ട് അത് ത്വരിതപ്പെടുത്തുന്ന ഒരു വർക്കാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, സെക്കൻഡ് കമ്മിങ് വരുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നടക്കേണ്ടത് വേൾഡ് ഇവാഞ്ചലൈസേഷനാണ്. ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഒടുവിലായിരിക്കും, അതായത് ലോകം മുഴുവൻ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് ശേഷമായിരിക്കും യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്. അപ്പോൾ യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ ത്വരിതപ്പെടുത്തുവാനായിട്ട് യഥാർത്ഥ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇവാഞ്ചലൈസേഷൻ്റെ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബിബ്ലിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് വരാം. എന്തിനാണ് ഈ പശുക്കുട്ടികൾ? അതാണല്ലോ നമ്മുടെ ചോദ്യം. ഈ ചുവന്ന പശുക്കൾ എന്തിനാണ്? അതറിയണമെങ്കിൽ ഈ ദേവാലയ നിർമ്മാണം നടക്കണമെങ്കിൽ ഇസ്രായേൽക്കാർ അല്ലെങ്കിൽ ജൂതന്മാർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് പോകുന്നു. അത് നമുക്ക് പഴയ നിയമത്തിലാണ് കാണാൻ സാധിക്കുക. സംഖ്യയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ ശുദ്ധീകരണ ജലം നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അതിൽ മോശയ്ക്കും മഹ്റോനും കൊടുത്ത നിർദ്ദേശങ്ങൾ അതിലുണ്ട്. 19-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഈ റെഡ് ഹൈഫഡ്, ഈ ചുമന്ന പശുക്കിടാവ്. ഈ ചുമന്ന പശുക്കിടാവിനെ കൂടാതെ ശുദ്ധീകരണ ജലം ഉണ്ടാക്കാൻ സാധിക്കില്ല. ശുദ്ധീകരണം ജലം ഉപയോഗിച്ച് ശുദ്ധി ചെയ്യാത്ത ഒരാൾക്കും ഈ ദേവാലയ നിർമ്മാണത്തിലേക്ക് പുറപ്പെടാൻ സാധിക്കില്ല. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ദേവാലയം നിർമ്മിക്കണമെങ്കിൽ അവർക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ ശുദ്ധീകരണ ജലമാണ്. ഈ ശുദ്ധീകരണ ജലം നിർമ്മിക്കുന്നതിന് ഒരു ചുമന്ന പശുക്കിടാവിൻ്റെ ഏകദേശം 2 വയസ്സും 3 വയസ്സിന് ഇടയിലുള്ള ഒരു ചുമന്ന പശുക്കിടാവിൻ്റെ ഒരു യാഗം നടക്കണം. അതിനെ ബലിയർപ്പിച്ചിട്ട് ആ ഭസ്മം എടുത്തിട്ട് ഈ വെള്ളത്തിൽ കലർത്തി, ഈ ഭസ്മത്തോടൊപ്പം തന്നെ ചണനൂലും ഒലിവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ദ്രാവകമാണ് ഈ ശുദ്ധീകരണ ജലം. ഈ ശുദ്ധീകരണ ജലത്തെ ശുദ്ധി ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ ദേവാലയ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇനി അതിന്റെ കോൺട്രവേഴ്സി, അതല്ലെങ്കിൽ ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോലും നയിച്ച അതിന്റെ കാരണത്തിലേക്ക് പോവുകയാണെങ്കിൽ, ജോർജ് നേരത്തെ സൂചിപ്പിച്ച ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ചില സംഘടനകൾ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1987-ലൊക്കെ അവർ അതിന്റെ പരിശ്രമങ്ങൾ അവർ ആരംഭിച്ചു. അപ്പോൾ ആ കാലം മുതൽ അവർ ഈ ചുവന്ന പശുവിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അമേരിക്കയിലൊക്കെയുള്ള ചില ഇവാഞ്ചലിസ്റ്റുകളും, പ്രത്യേകിച്ച് ഒരു പേര് പറയുകയാണെങ്കിൽ ബൈറൺ സ്റ്റിൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ പ്രകാരം അദ്ദേഹവും ഈ ദേവാലയം എങ്ങനെയെങ്കിലും നിർമ്മിക്കപ്പെടണം, അത് നിർമ്മിച്ചാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഇവർ നാളുകളായിട്ട് അന്വേഷിച്ച് ഇവർ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് ഈ ചുമന്ന പശുക്കളെ അവർ സെലക്ട് ചെയ്തു. അതായത് ഈ പശുവിൻ്റെ ഒരു രോമം പോലും വേറൊരു കളർ ഉണ്ടാകാൻ പാടില്ല, കറുപ്പോ വെളുപ്പോ ഉള്ള ഒരു രോമം പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്ന് അവർ കരുതിയ 10-21 പശുക്കളെ ആദ്യം സെലക്ട് ചെയ്തു. അതിൽ നിന്ന് 5 പശുക്കളെ അവർ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. അത് ഈ 2021 അവസാനത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ അന്ന് അമേരിക്കയിൽ നിന്ന് ലൈഫ് സ്റ്റോക്ക് ഒന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ യാതൊരു നിയമങ്ങളും ഇല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ പെറ്റ് എനിമൽസ് ആക്കിയിട്ടാണ് ഇതിനെ ചാർട്ടർ ചെയ്ത് ഒരു പ്രത്യേക ഫ്ലൈറ്റിൽ ടെൽ-അവീവിലെ ബെൻ ഗുരിയാൻ എയർപോർട്ടിലേക്ക് ഇവർ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നു. പിന്നീട് അതിനെ ഒളിപ്പിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഒരു ഷീലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ 5 പശുക്കളെ, പിന്നെ പശുക്കുട്ടികളെ അവർ ഒളിപ്പിച്ചത്. അതിനുശേഷം അവരതിനെ വളർത്താൻ തുടങ്ങി. ഏകദേശം ഒരു 3 വയസ്സ് പ്രായം ആണ് ഇവരുടെ യാഗത്തിനുള്ള സമയം. കഴിഞ്ഞ ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് തികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ ഇത് വളരെ സൂക്ഷിച്ചാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ അലർട്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ചുമന്ന പശുവിനെ അവർ അമേരിക്കയുടെ അടക്കം ഒത്താശയോടുകൂടിയിട്ട് ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി നടക്കാനുള്ളത് യാഗമാണ്. യാഗം നടന്നു കഴിഞ്ഞാൽ അത് യാഗം നടക്കേണ്ട സ്ഥലം ആയിട്ട് അവർ കണ്ടുവച്ചിരിക്കുന്നത് ഒലിവ് മലയാണ്. ഈ ഒലിവ് മലയിൽ യാഗം നടന്നു കഴിഞ്ഞാൽ, അതായത് മിശിഹ, ജൂതന്മാർ പ്രതീക്ഷിക്കുന്ന മിശിഹ ഭൂമിയിൽ ഇറങ്ങി വരുമെന്ന് അവർ വിശ്വസിക്കുന്നത് ഒലിവ് മല പിളർന്നിട്ടാണ് അവർ
പ്രതീക്ഷിക്കുന്നത്. ഒലിവ് മലയിൽ വന്നിട്ട് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് മല നേരെ പഴയ ദേവാലയം നിന്നിരുന്നതിൻ്റെ നേർ ഓപ്പോസിറ്റാണ് ഒലിവ് മലയുടെ സ്ഥാനം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒലിവ് മലയിൽ വെച്ച് ഈ യാഗം നടക്കുന്നു. ഈ യാഗം നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉള്ളത് അൽ-അക്സ മോസ്കാണ്. അതാണ് ഹമാസിനെയും ഇസ്ലാമിസ്റ്റുകളെയൊക്കെ വിരൽ പിടിപ്പിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചുവന്ന പശുവിൻ്റെ യാഗം നടന്നു കഴിഞ്ഞാൽ അവരുടെ അൽ-അക്സ മോസ്ക് അവിടെ പൊളിച്ചതിന് ശേഷം അവിടെ ശുദ്ധീകരണം നടക്കും. ഒലിവ് മലയിൽ നിന്ന് ഈ പശുവിൻ്റെ രക്തം അവിടേക്ക് അവർ തെളിക്കും. അതായത് അധികം ദൂരമില്ല. അപ്പോൾ അങ്ങനെ തെളിച്ച് ആ ഭൂമി അവർ ശുദ്ധീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടെമ്പിൾ മൗണ്ടിലാണ് ഡോം ഓഫ് റോക്കും അൽ-അക്സ മോസ്കോ ഒക്കെ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്, അതായത് ടെമ്പിൾ മൗണ്ട്. ഈ ടെമ്പിൾ മൗണ്ടിലേക്ക് ഇസ്രായേലിന് ഇപ്പോൾ പ്രവേശനമില്ല. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. അവരുടെ പ്രാർത്ഥനയും അവർ തന്നെ വിലക്കിയിട്ടുണ്ട്. കാരണം ശുദ്ധീകരണം നടക്കാതെ അവർക്ക് അവിടെ പ്രാർത്ഥിക്കാനും സാധിക്കില്ല. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെയാണ് അവിടേക്ക് പ്രവേശനമുള്ളൂ. പ്രാർത്ഥന അവിടെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും വിലക്കിയിരിക്കുകയാണ്. അവിടെ മുസ്ലിംസിന് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പുണ്യസ്ഥലമാണ് ഈ ജെറുസലം എന്ന് പറയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനപ്പെട്ട, അവർക്ക് ഒരു ദേവാലയമേ ഉള്ളൂ. അന്നും ചരിത്രത്തിലും അന്നും ഇന്നും ഒരു ദേവാലയമേ ഉള്ളൂ. ആ ദേവാലയം നിന്നിരുന്ന സ്ഥലവും അവരുടെ മൂന്നാം ദേവാലയം അവർ പ്രതീക്ഷിക്കുന്ന, അതായത് അവർക്ക് ഈ ഭൂമിയിൽ ഇനി അടുത്ത ദേവാലയം പണിയാനുള്ള സ്ഥലവും ഇതേ സ്ഥലം തന്നെയാണ്. ഇവിടെയാണ് വിഷയം വരുന്നത്. ഇത് നൂറ്റാണ്ടുകളായി തുടങ്ങിയതാണ്. ശരിക്കും ഇസ്രായേലിലേക്ക് ജൂതന്മാർ മടങ്ങി വരുന്നു എന്നറിഞ്ഞ തൊട്ട് ഇത് തന്നെയായിരുന്നു അന്നത്തെ പ്രശ്നങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്നത്. മതം അറിയുന്നവർക്ക്, മതപരമായ കാര്യങ്ങൾ അറിയുന്നവർക്ക് ജൂതന്മാർ വരുന്നത് അവരുടെ ദേവാലയം കൂടി നിർമ്മിക്കാനാണ് അവർ വരുന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഈ സ്ഥലത്ത് പൂർണ്ണമായിട്ട് അവകാശമുള്ളത് ജൂതൻ തന്നെയാണ്. ഈ ജെറുസലേം ദേവാലയത്തെ ചുറ്റിപ്പറ്റിയാണ് ക്രിസ്തുവിന്റെ പരസ്യജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാവീദിനെ കൊടുത്ത വാഗ്ദാനം, ദാവീദ് ആഗ്രഹിച്ചത് സോളമനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ജെറുസലേം ദേവാലയം. അവർ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്ന BC 578 തകർക്കപ്പെട്ട അവരുടെ ദേവാലയം, സോളമൻ നിർമ്മിച്ച ദേവാലയം. അതിനുശേഷം 70 വർഷത്തിന് ശേഷം അവർ വീണ്ടും പുനർനിർമ്മിച്ച ജെറുസലേം ദേവാലയം. ഈ ദേവാലയത്തിന് ചുറ്റും ഹെറോദ് നടത്തിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, അതായത് മതിലും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച ആ മതിലിന്റെ എൻഡില്, അതാണ് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിലാപ മതിൽ. അവർക്ക് അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഇന്ന് അവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ആ വിലാപ മതിലിന്റെ അവിടെ, വെസ്റ്റേൺ വാളിന്റെ അവിടെ നിന്ന് അവർ വിലപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ദേവാലയത്തെ കുറിച്ചിട്ടാണ്. അവരുടെ പുതിയ ദേവാലയം വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മിശിഹായും കാത്താണ് അവർ ആ വിലാപ മതിലിരുന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. AD 70 ജോർജ് സൂചിപ്പിച്ചതുപോലെ ടൈറ്റസ് തകർത്ത് അതിനുശേഷം അവർക്ക് യാതൊരു വിധത്തിലും എൻട്രി ലഭിക്കാതെ പോയ ആ സ്ഥലത്ത് പിന്നീട് 600 വർഷത്തിന് ശേഷം, മുഹമ്മദിന്റെ കാലത്തിന് ശേഷം ഉമർ പണിതാണ്. അന്ന് ഈ മോസ്ക് പണിയപ്പെടുന്നതിന് കാരണമായത് മുഹമ്മദിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ദർശനമാണ്. അത് ഒരു രാത്രി യാത്രയിലെ മക്കയിൽ നിന്ന് 1250 കിലോമീറ്റർ ദൂരെയുള്ള ജെറുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്തേക്ക് ബുറാഖ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ, ചിറകുള്ള ഒരു ജീവിയുടെ പുറത്ത് കയറി അവിടെ ഇറങ്ങി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അവിടെ ഇറങ്ങി അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് പോയി അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിച്ച് അവിടെ നിന്ന് ഇസ്ലാമിനുള്ള തത്വസംഹിതകളുമായിട്ട് അദ്ദേഹം മടങ്ങി വരുന്നു. ഒരു രാത്രി സംഭവിച്ച ഈ ഒരു സംഭവത്തിന്റെ പുറത്താണ് 1250 കിലോമീറ്റർ ദൂരെയുള്ള ജെറുസലേം ദേവാലയം മുസ്ലിംസിന് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറുന്നത്. പലരും പല കാരണങ്ങളും പറയുമെങ്കിൽ പോലും ഹമാസിന്റെ വക്താവ് പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പശു വന്നതാണ് അവരുടെ പ്രശ്നം എന്ന് അവരടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2022 കാലത്ത് ശരിക്കും അൽ-അക്സ ഫ്ലഡ് എന്ന പേരിലാണല്ലോ ഹമാസ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. അപ്പോൾ ഈ അൽ-അക്സ ഫ്ലഡ് എന്താണ്? അൽ-അക്സ മോസ്കിൽ വെച്ച് നടന്ന ആ കലാപം എന്താണ്? അത് ഈ 2022 ഈ പശുക്കൾ ഇസ്രായേലിലെത്തിയോടുകൂടി ഈ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ അവർ വലിയ തോതിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടു. അതോടൊപ്പം തന്നെ തീവ്ര ജൂത വിഭാഗത്തിൽപ്പെട്ട ഈ നേരത്തെ സൂചിപ്പിച്ച ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഒരു സംഘടന, അവർ അൽ-അക്സ മോസ്ക് നിൽക്കുന്ന ടെമ്പിൾ മൗണ്ടിൽ, അതായത് ജെറുസലേം ദേവാലയത്തിന്റെ ആ സ്ഥലത്ത് ഒരു യാഗം നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി മുസ്ലിം സമൂഹം ഇളകി. പ്രത്യേകിച്ച് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുള്ള, അതുപോലെ തന്നെ ഗാസയിലുള്ള ജനങ്ങളെല്ലാവരും ഉണർന്നു. അവർ കനത്ത പ്രതിഷേധങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ഏതാനും ജൂതന്മാർ കൊല്ലപ്പെട്ടു, തിരിച്ചും ചില മരണങ്ങളുണ്ടായി. അങ്ങനെ കലാപകലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ പറഞ്ഞ ഡേറ്റ് April 12 ആയിരുന്നു. ഈ ജൂത സംഘടന യാഗം നടത്തുമെന്ന് പറഞ്ഞ ഡേറ്റ് അൽ-അക്സയുടെ, അതായത് ടെമ്പിൾ മൗണ്ടിന്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ട്. ആ 12-ാം തീയതി ആയപ്പോഴേക്കും ഈ അൽ-അക്സ മോസ്കിലെ അനവധി മുസ്ലിം യുവാക്കന്മാർ ഒന്നിച്ചുകൂടി അവരുടെ കല്ലും മറ്റ് പടക്കങ്ങളും മറ്റ് ആയുധങ്ങളൊക്കെ അവർ അവിടെ ശേഖരിച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ജൂതന്മാർ പ്രകോപനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവർ വേറെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. ഇസ്രായേൽ ഗവൺമെന്റ് ഈ യാഗം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരും നീക്കി. പക്ഷെ അന്ന് പുലർച്ചെ April 12 അൽ-അക്സ മോസ്കിലെ ഒരു കലാപം ഉണ്ടാവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് അൽ-അക്സയുടെ ചുമതലയുണ്ടായിരുന്ന സായുധ സേനയെ ആക്രമിക്കുകയാണ്. അവർ കല്ലുകൾ എറിഞ്ഞും പടക്കം പൊട്ടിച്ചൊക്കെ അവർ ആക്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ആ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നു. അവിടെ റെയ്ഡ് ഉണ്ടാകുന്നു. ഏതാനും പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഈ യുവാക്കന്മാർ ഇവരുടെ വിലാപ മതിലിലേക്ക് അടക്കം കല്ലേറ് നടത്തി. അപ്പോൾ ഇതാണ് സംഭവം.
ഈ സംഭവം ആണ് അലക്സ ഫ്ലഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ അലക്സ ഫ്ലഡിനുള്ള തിരിച്ചടിയായിട്ടാണ് ഹമാസ് ആ പേരിൽ അവർ ആ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിലെ രാമക്ഷേത്രവും ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ രാമക്ഷേത്രം പണിയുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു എന്ന് പറയുന്നത് പോലെ, ഇപ്പോൾ ഇസ്രായേൽ ഈ തീവ്ര ജൂത വിഭാഗങ്ങൾ അവർ ദേവാലയം പണിയാനുള്ള എല്ലാ സാമഗ്രികളും അവിടെ എത്തിച്ചു കഴിഞ്ഞു. അവർ പുരോഹിതന്മാർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, ദേവാലയത്തിലുള്ള പാത്രങ്ങൾ, മെനോറ 45 കിലോ സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചതെന്ന് പറയുന്നു. ഇതുപോലെ ദേവാലയ നിർമ്മിതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി. പക്ഷേ ഭൂമി മാത്രം അവർക്കില്ല. ശരിക്കും 1967 യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ഭൂമി അവരുടെ അധീനതയിലാണ്. പക്ഷേ അതിന്റെ മേൽനോട്ടം, അതിന്റെ ഭരണം നടത്തുന്നത് ജോർദാൻ വഖഫാണ്. ശരിക്കും ഇസ്രായേൽ സേന എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവര് അവിടെ ഏതെങ്കിലും അമുസ്ലിമുകൾ വരുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രവേശനങ്ങൾ തടയുക. ഇതാണ് ഇസ്രായേലിലെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലി ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കേണ്ടത് ആ ഭൂമി അവരുടെ കൈവശം വരണം. അവർക്ക് ദേവാലയം അവിടെ നിർമ്മിക്കണം. ഭൂമി നിർമ്മാണത്തിന് ഈ പശുവിന്റെ ഭസ്മം അത്യാവശ്യമാണ്. അതിനുള്ള പശുക്കളെ അവർ കൊണ്ടുവന്നു. ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലെ ഒരു പശുവിനെ കഴിഞ്ഞ ജൂലൈ ആദ്യവാരത്തിൽ അവര് മറ്റൊരു സ്ഥലത്ത് കൊന്ന് യാഗം നടത്തി. അതിന്റെ കാരണം അതിന് 2 കറുത്ത രോമം ഉണ്ടായിരുന്നു എന്ന കാരണത്താലാണ്. പക്ഷേ ആ പശുവിനെ വെച്ചിട്ട് അവർ അതിന്റെ ട്രയൽ നടത്തി എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഒരു മന്ത്രി, തീവ്ര വലതുപക്ഷത്തുള്ള ഒരു മന്ത്രി, ഈ ടെമ്പിൾ മൗണ്ട് കോമ്പൗണ്ടിൽ കയറി ചില അഭ്യാസങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോഴേക്കും സൗദിയും UAE ഒക്കെ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതിഷേധമായിട്ട് വന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം അടിത്തട്ട് കിടക്കുന്നത് ഈ പറഞ്ഞ അലക്സ മോസ്ക്, അതായത് ജൂതന്മാരുടെ അവരുടെ സ്വന്തം ദേവാലയത്തിന്റെ മുകളിൽ നിൽക്കുന്ന അലക്സ മോസ്കും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങളാണ്. ഇതെല്ലാം എൻഡ് ടൈം പ്രൊഫസികളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ചില ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ജൂതന്മാരും അതുപോലെ തന്നെ ഈ ISIS പോലെയുള്ള തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ, ഈ 3 മതങ്ങളിലും കോമൺ ആയിട്ട് അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ച് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഹദീസിൽ, പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ, അതുപോലെ തന്നെ കർത്താവിന്റെ പ്രവചനങ്ങളിൽ, അതുപോലെ തന്നെ ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിലെല്ലാം ഈ യുഗാന്ത കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ വ്യത്യാസം വരുന്ന ഇതാണ്, കഥാതന്തു ഒന്നാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആന്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു ഉണ്ട്, വ്യാജ പ്രവാചകനുണ്ട്, ഫോൾസ് പ്രൊഫറ്റ് ഉണ്ട്, അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ഉണ്ട്. ഇതേപോലെ തന്നെ 3 പേര് ഹദീസിലും ഉണ്ട്. അതൊന്ന് അൽ മഹദി, ഒന്ന് അൽ ദജ്ജാൽ, അതേപോലെ തന്നെ 3ാമത്തെ ഈസ. പക്ഷേ ക്രിസ്ത്യൻ എസ്കറ്റോളജിസ്റ്റുകൾ കൃത്യമായിട്ട് അത് വിശകലനം ചെയ്തിട്ട് പറയുന്നുണ്ട്, അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 കഥാപാത്രങ്ങളും തമ്മിൽ കഥാതന്തുവിൽ മാത്രമാണ് സാമ്യമുള്ളത്. പല കഥാപാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നതാണ് ക്രിസ്ത്യൻ എസ്കറ്റോളജിസ്റ്റുകൾ പറയുന്നത്. അതായത് അവർ ഈസ അൽ മസീഹ് എന്ന് പറയുന്ന വ്യക്തി പോലും ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് വരുമ്പോൾ അത് വ്യാജ പ്രവാചകന്റെ സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അൽ മെഹദി എന്ന് പറയുന്നത്, അൽ ദജ്ജാൽ എന്ന് പറയുന്ന അവരുടെ ആന്റി ക്രൈസ്റ്റ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതായിട്ടാണ് ക്രിസ്ത്യൻ എസ്കറ്റോളജിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അൽ മെഹദിയോടൊപ്പം ഈസ മസീഹ് എന്ന് പറയുന്ന അവർ പറയുന്ന വ്യക്തി, അദ്ദേഹം കുരിശുകൾ തകർക്കുന്നു, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്ത്യൻ പഠനങ്ങൾ നോക്കുമ്പോൾ അത് വ്യാജപ്രവാചകൻ ആന്റി ക്രൈസ്റ്റുമായിട്ട് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആകെ കുഴഞ്ഞു മറിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം തിരിച്ചറിയാൻ, അങ്ങനെ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന മെസ്സിഹ അവരാദ്യം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളത് ആരായിരിക്കും എന്ന കാര്യത്തിലും വളരെയധികം കൺഫ്യൂഷൻസ് ഉള്ള മേഖലയാണ്. അപ്പോൾ പല വിധത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ ഈ ലോകത്ത് വിശ്വാസം അവശേഷിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. അപ്പോൾ റോബിൻ, ഇപ്പോൾ അരുൺ, ഈ റെഡ് ഹൈഫേഴ്സ്, നമ്മൾ സൂചിപ്പിച്ച തുടക്കത്തിൽ പറഞ്ഞ റെഡ് ഹൈഫേഴ്സ്, അതിൻ്റെ ഒരു മതപരമായിട്ടുള്ള പ്രാധാന്യം, അത് എത്രത്തോളം ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ്റെ മതപരമായിട്ടുള്ള ജീവിതത്തോട് ആ റെഡ് ഹൈഫേഴ്സ് ചേർന്ന് കിടക്കുന്നു, അവരുടെ ഒരു എൻഡ് ടൈം പ്രൊഫസിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന മിശിഹായുടെ വരവുമായി ബന്ധപ്പെട്ട് ഈ റെഡ് ഹൈഫേഴ്സ് അല്ലെങ്കിൽ ചുവന്ന പച്ചക്കുട്ടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, തീവ്ര ചിന്താഗതിയുള്ള യഹൂദര് രണ്ടും കൽപ്പിച്ചാണ് അവർ പിന്നോട്ട് അല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറല്ല. ആ ഒരു തേർഡ് ടെമ്പിൾ, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബഹുദൂരം അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പാടെ ഒരു പ്രതിബന്ധമായിട്ട് അവരുടെ മുമ്പിലുള്ളത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രൂവലാണ് അവരുടെ മുമ്പിൽ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത്. അതിന് ഇസ്രായേൽ പാർലമെന്റിന്റെ ഒരു അപ്രൂവൽ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കണം. അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള നടപടിയിലേക്ക് അവർ കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്കാണ് റോബിൻ വരുന്നത്. ഇത്തരത്തിൽ അവിടെ ഒരു യാഗം നടക്കുന്നു, അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നു, അലക്സ മോസ്ക് ഇവർ തകർക്കുന്നു, അവിടെ ഒരു തേർഡ് ടെമ്പിൾ അവിടെ പണിയുന്നു. അത്
ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? ഒരു പക്ഷേ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത, ഇസ്രായേൽ ലോകത്ത് തന്നെ ഒറ്റപ്പെട്ട് പോകാനുള്ള ഒരു സാധ്യത, അതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ജൂതന്മാർ എന്താണേലും എല്ലാ കാലത്തും ഈ വിലാപമുതലേ പോയിട്ട് തലയടിച്ച് കരഞ്ഞ് ജീവിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എക്കോണമിക്കലായിട്ട് അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനത, അവർ ഈ ഒരു ഭൂപ്രദേശത്ത് ഒരു ടെമ്പിൾ പണിയാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഈ വിലാപമതിൽ അതിൻ്റെ മതിലേ പോയിട്ട് തലയടിച്ച് കരയും എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരെന്താണെങ്കിലും അവരുടെ എല്ലാ ഉദ്യമങ്ങളുടെയും പുറകിൽ അവർക്ക് അവിടെ പള്ളി പണിയണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമാണത്. ഇനിയിപ്പം അതിൻ്റെ ആചാരങ്ങൾ പല രീതിക്ക് നടക്കണം, അവർ പല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന യുദ്ധങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള അവരുടെ ഇൻഫ്ലുവൻസ്. ഇപ്പം നോക്കുക, ഇസ്രായേൽ എന്ന ലാൻഡ് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് അവർ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടനിലായിരുന്നു. ഏറ്റവും നിസ്സാരം നമുക്കറിയാം, റോത്ത്ഷൈൽഡ് എന്ന് പറയുന്ന ഫാമിലി, ആ ഫാമിലി ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ്, ഇതിൻ്റെ ഇപ്പോഴത്തെ ആ ആൾ തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകാൻ കാരണം ഞങ്ങളാണ് എന്ന് അയാൾ തന്നെ ഈ അടുത്ത കാലത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ അതുപോലെ ബ്രിട്ടന് പണപരമായിട്ടും എല്ലാ രീതിയിലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഹായിച്ച് തന്നെയാണ് ഇസ്രായേൽ എന്ന ലാൻഡ് അവരുണ്ടാക്കിയത്. അത് കൃത്യമായിട്ട് അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. അപ്പോൾ അന്ന് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇൻഫ്ലുവൻസ് ചെലുത്തിയത് മുഴുവൻ അന്നത്തെ പ്രധാനപ്പെട്ട രാജ്യമായ ബ്രിട്ടൻ്റെ മുകളിലായിരുന്നു. ഇന്ന് അവർ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൃത്യമായിട്ടും അമേരിക്കയുടെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ട്രംപിനെയാണ് ഇവർ കൃത്യമായിട്ട്, ഈ ട്രംപിൻ്റെ 4 വർഷത്തെ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കണം എന്നുള്ളത്. അത് ട്രംപ് അടക്കം എന്ന് വെച്ചാൽ ഒരു ഫോർറണ്ണർ എന്ന് വെച്ചാൽ ഈ മെസ്സിയ വരുന്നതിന് മുന്നേ ഉള്ള ഒരു ഫോർറണ്ണർ ഈ ട്രംപാണ് എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ ട്രംപ് അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ ട്രംപിനെ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് നോക്കുക, ഇസ്രായേലിൻ്റെ ഈ ഗാസയുടെ അധിനിവേശത്തെ അതിനെ മുൻനിർത്തി അതിനെ എങ്ങനെയും പ്രിസർവ്. ഇപ്പോൾ നോക്കുക, ഒരുപാട് ട്രംപ് അടക്കം വിമർശനം ഉന്നയിക്കുന്നു ഇസ്രായേലിൻ്റെ മുകളിലേക്ക്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും പുതിയ ഒരു സൈനിക നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, ആരും എതിർക്കാനില്ല. അപ്പോൾ എന്നാൽ ഈ ട്രംപ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപ് ഇതിന് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണം, അവിടെ അത് അവസാനിപ്പിക്കണം. ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന ഈ ഒരു സൈനിക നടപടി അത് തുടർന്നുകൊണ്ട് പോവുകയും വേണം. അപ്പോൾ ഇതിന് പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം ഇല്ലാതാകാനും പാടില്ല. അപ്പോൾ അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുമെന്നെല്ലാം പറഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ട്രംപ് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചത് കൃത്യമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ താരിഫ് അടക്കമുള്ള, അതുപോലെ നാറ്റോയിൽ നിന്ന് പിന്മാറുന്ന അടക്കമുള്ള കാര്യങ്ങൾ വെച്ച് പ്രഷർ ചെയ്യാൻ നോക്കി. പക്ഷേ അത് അവിടെ വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ട്രംപ് നേരെ മലക്കം മറിഞ്ഞ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ പിന്നെയും ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറി. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അയഞ്ഞു. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സൈനിക നടപടി തുടരും. അവർ അല്പം വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് തുടരാൻ തന്നെയാണ് സാധ്യത. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇസ്രായേൽ ഒരു ടെമ്പിൾ നിർമ്മാണത്തിലേക്ക് അവർ പൊളിറ്റിക്കലായിട്ട് മുന്നേറുന്നു, റിലീജിയസ് ആയിട്ട് മുന്നേറുന്നു, എക്കോണമിക്കലായിട്ട് മുന്നേറുന്നു, എല്ലാ രീതിയിലും അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധത്തിൻ്റെ എല്ലാ അടിസ്ഥാനം ഇസ്രായേലിന് വേണമെങ്കിൽ ഗാസയിലെ ആ ഒരു പ്രശ്നം ഇതിനു മുന്നേ തന്നെ ഒതുക്കി തീർക്കാൻ, ഇല്ലാതാക്കാനുള്ള സാധ്യതകൾ ഇസ്രായേലിൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലാണ് പലപ്പോഴും ഈ കരാറുകളിൽ നിന്ന് വ്യക്തമായിട്ട്, എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള, അവർക്ക് അതിന് താല്പര്യമില്ല. ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ യുദ്ധം അവർ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടെമ്പിൾ നിർമ്മാണം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഇതെല്ലാം വളരെ രഹസ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് അവർ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ ഒരു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം എടുത്ത് നോക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അയോധ്യ, നേരത്തെ സൂചിപ്പിച്ച പോലെ അയോധ്യയുടെ വിഷയം എടുത്ത് നോക്കുക, എത്രയോ സെൻസിറ്റീവാണ്. കാരണം ഒരു ദൈവീക സങ്കല്പം അല്ലെങ്കിൽ ഒരു ദൈവത്തിന് കുടികൊള്ളാൻ ഒരു ആലയം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ജനതയുടെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരങ്ങളുടെയും കൂടെ ഒരു ഭാഗമാണത്. ഇപ്പം അതാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ. അതാണ് രാമക്ഷേത്രത്തിൽ BJP ഗവൺമെൻറ് അത് എങ്ങനെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളത് നോക്കുക, ആ സ്ട്രാറ്റജി നോക്കുക, വളരെ വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈസ്റ്റേൺ റോമിൻ്റെ ഭാഗമായി ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോൾ ഈ ഹാഗിയ സോഫിയ അത് മോസ്കാക്കി മാറ്റിയപ്പോൾ ഉണ്ടായ ഒരു
ഒരു വികാരപരമായ ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസിന് അത്രയും പോലും ഈ പറയുന്ന അത്രയും മറ്റുള്ളവരുടെ അത്രയും അറ്റാച്ച്മെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ഇല്ല എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതുപോലെ ഇപ്പം മുസ്ലിംസിനാണെങ്കിൽ മക്ക മദീനയുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഇവിടുത്തെ അലക്സ മോസ്ക് അടക്കമുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ മക്കയിൽ നിന്നും പ്രവാചകൻ ഈ അലക്സയിലേക്ക് വന്നു, അവിടെ വന്ന് വെച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്ന രീതിയിലുള്ള അവരുടെ ആ കൺസെപ്റ്റ് എല്ലാം എന്ന് വെച്ചാൽ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ ജൂതനെ സംബന്ധിച്ച് അതില്ല. അവരുടെ പ്രധാനപ്പെട്ട സ്ഥലം ഇന്നും അവർക്ക് തലയടിച്ച് കരയാനുള്ള ഒരു മതിൽ മാത്രമാണുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ജസ്റ്റ് ഒരു ദൈവത്തെ വർഷിപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമല്ല അവരെ സംബന്ധിച്ച് ഈ അവരുടെ ടെമ്പിൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ഭാവിയിൽ എല്ലാ ജൂതനെയും ഒരുമിപ്പിക്കാനുള്ള അവരുടെ കേന്ദ്രമാണ്. ആ ടെമ്പിൾ വരുന്നതോടുകൂടി ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലായി മാറുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കതിൻ്റെ ആഴം, അവരുടെ ഹൃദയത്തിൻ്റെ ഇതിനോടുള്ള ആഴം എത്രയാണെന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാകില്ലായിരിക്കും. പക്ഷേ അവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവിടെ മുസ്ലിംസിനെ സംബന്ധിച്ച് ഈ അലക്സ മോസ്കിനോടും, കാരണം എവിടെ പ്രാർത്ഥിക്കുന്നതിനെ കഴിഞ്ഞു ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും വ്യക്തമായിട്ട് പ്രാർത്ഥന എത്തുന്ന സ്ഥലം എന്നാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്, ഈ മക്കേനെ മദീനയെ കഴിഞ്ഞു അപ്പുറത്ത്. അപ്പോൾ അവർക്കതിനോടുള്ള ഹൃദയപരമായ വികാരവും ഈ ജ്യൂസിന് അവരുടെ ദേവാലയത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റും അതിനോട് ഹൃദയപരമായിട്ടുള്ള അവരുടെ വികാരവും ഒരുപക്ഷെ എല്ലാത്തിലും അപ്പുറത്താണ്. അവരെന്ത് കൊടുത്തും അത് നേടാൻ വേണ്ടി നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചോടെ ഒരു വേൾഡ് വാറിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വേൾഡ് വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം എക്കണോമിക്സിലൊരു തിയറിയുണ്ട്. കാരണം ഈ ക്രൈസിസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നുള്ളത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ക്രൈസിസിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ജൂതന്മാർ വളരെ ഏറ്റവും മികച്ച എക്കണോമിസ്റ്റുകളാണ്. അവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കലക്കവെള്ളം സൃഷ്ടിക്കും എന്നുള്ളതിന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്രായേൽ ഉണ്ടായത് ഇതുപോലുള്ളൊരു കലക്കവെള്ളത്തിൽ നിന്നാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായത്. ടെമ്പിളും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ നില വെച്ച് ഒരു വലിയ യുദ്ധം, കാരണം നമ്മൾ മാത്രമല്ല മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ല, ലോകമാസകലമുള്ള എല്ലാ അനലിസ്റ്റുകളും എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വേൾഡ് വാർ ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏറ്റവും അടുത്ത് നമുക്കറിയാം ഈ ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നൊരു സംഭവമാണ് റഷ്യയുടെ ഡെഡ് ഹാൻഡ്. റഷ്യയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് ഈ അമേരിക്ക റഷ്യനെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ ന്യൂക്ലിയർ സബ്മറൈൻ കൊണ്ട് റഷ്യയുടെ ഭാഗത്ത് അവിടെ വിന്യസിക്കുന്നെല്ലാം പറഞ്ഞപ്പോൾ റഷ്യയുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾ ഡെഡ് ഹാൻഡ്, യു ആർ ഓൾ വാക്കിംഗ് ഡെഡ് മാൻ എന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഓർത്തിരിക്കണമെന്ന്, വാക്കിംഗ് ഡെഡ് മാൻ. കാരണം ഡെഡ് ഹാൻഡ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാത്തിനെയും അമേരിക്ക ഒരു പ്രിയാംറ്റീവ് സ്ട്രൈക്ക് നടത്തിയിട്ട് ഇവിടെ റഷ്യയിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ ഓട്ടോമാറ്റഡായിട്ട് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ന്യൂക്ലിയർ വാർ ഹെഡുകൾ അമേരിക്കയിൽ പോയിട്ട് ആക്രമിച്ച് അമേരിക്കയെ ഇല്ലാതാക്കുന്ന ഒരു സാധനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഡെഡ് ഹാൻഡ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു സാധനം. എന്ന് വെച്ചാൽ ഈ പറയുന്ന അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന ഒരു സാധനം ഒരു നിമിഷം മതി ലോകത്തിലെ 72 മണിക്കൂറെന്ന് പറയുന്നു ഈ ലോകം അവസാനിക്കാൻ, ന്യൂക്ലിയർ വാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ എല്ലാം പെട്ടെന്ന് തന്നെ ഇതുപോലുള്ളൊരു സാധനം വെച്ചിട്ട് ഇതാന്ന് പറയുമ്പോഴത്തേനും ലോകത്തിൽ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. യുദ്ധം എല്ലായിടത്തും കൊടുമ്പിരി കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. തായ്വാൻ്റെ ഭാഗത്താണ് യുദ്ധം, അവിടെ ചൈനയുടെ ഭാഗത്ത് അവിടെ അങ്ങ് മൂർച്ഛിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും നമ്മൾ ചർച്ച നടത്തുമ്പോൾ പോലും ഇറാൻ മൊസാദിൻ്റെ നെറ്റ്വർക്കുകൾ അവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ യമനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ഇവിടെ സൈനിക നടപടി തുടരുകയാണെങ്കിൽ എന്താണെങ്കിലും ഇറാനും അതുപോലെ തന്നെ യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാവും, ഇസ്രായേൽ തിരിച്ചു ആക്രമണം. എന്താണെങ്കിലും മിഡിൽ ഈസ്റ്റ് ഒരു താൽക്കാലിക സമാധാനത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. റഷ്യ ഉക്രൈൻ ഭാഗത്ത് അതുകൊണ്ട് റഷ്യ ഉക്രൈൻ ഇപ്പോഴും അവിടെ സമാധാനത്തിന് ഒരു സാധ്യതയും ഇല്ലാതെ നിൽക്കുന്നത്. കാരണം യൂറോപ്പ് സമ്മതിക്കുന്നില്ല ഇങ്ങനെ ഒരു സമാധാനത്തിലേക്ക് പോകാനായിട്ട്, യൂറോപ്പ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കീറാമുട്ടി ട്രംപിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അത് അവർ സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു കലക്കവെള്ളത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വേൾഡ് വാർ 3 ആയിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും അവരവരുടെ ടെമ്പിൾ പണിയും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഓക്കെ, കറക്റ്റാണ്. നമുക്കറിയാം, ഇപ്പം റോബിനും അരുണും പറഞ്ഞതുപോലെ നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ളൊരു ജനറേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോയ ഈ ഊനമറ്റ ഈ പശുക്കുട്ടികൾ അവർക്ക് എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ലഭ്യമായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ ബിബ്ലിക്കലായിട്ടുള്ള എല്ലാ പ്രൊഫസീസും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക്
ആ പ്രൊഫസീസ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നത് വളരെ കറക്റ്റാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല, അതൊരു ട്രിഗറിംഗ് പോയിന്റ് മാത്രമാണ്. എനിക്കൊന്ന് ബിബ്ലിക്കൽ പ്രൊഫസീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗറിംഗ് പോയിന്റ് മാത്രമാണ് ഈ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ പല പ്രൊഫസീസും, എല്ലാ പ്രൊഫസീസും അല്ല, പല പ്രൊഫസീസും, എൻ ടൈമുമായി ബന്ധപ്പെട്ട പല പ്രൊഫസീസും. അപ്പോൾ അതിനിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ തന്നെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കും. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ വേൾഡ് വാർ എന്നൊരു കാര്യം, വേൾഡ് വാർ 3 എന്നൊരു കാര്യം, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റാണ് പങ്കുവയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അരുണും റോബിനും പറഞ്ഞതുപോലെ അവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ലക്ഷ്യം തന്നെയാണ് അവിടെ ഒരു 3-ാം ദേവാലയം പണിയുക എന്നത്. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഭൂമി തന്നെയാണ്. അപ്പം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു ആരാധനാലയം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ലോക രാജ്യങ്ങളുടെ ഒരു തെരുവുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ തെരുവുകൾ കലുഷിതമാകുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. മറ്റ് പല രാജ്യങ്ങളും ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ലോകത്തിലെ പല രാജ്യങ്ങളുടെ മേൽ വളരെയധികം വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, മറ്റു പല രാജ്യങ്ങളായിക്കോട്ടെ. നമുക്കറിയാം, നുപുർ ശർമ്മയുടെ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനുശേഷം നോർത്ത് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് ഡൽഹിയിലെയും ഒക്കെ തെരുവുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഇസ്രായേൽ ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 3-ാം ലോക മഹായുദ്ധത്തെക്കാൾ വളരെ വളരെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ തെരുവുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹമാസ് ഇസ്രായേലിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ തന്നെ നമ്മളിവിടെ നടത്തിയ പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഇസ്രായേൽ ഇത്തരത്തിൽ അവരുടെ ഒരു ടെമ്പിൾ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. അലക്സ മോസ്കിന് നേരെ അത് തകർത്തുകൊണ്ട് അവരുടെ ടെമ്പിൾ അവിടെ നിർമ്മിക്കുന്നു. അത് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഇവിടെ സൃഷ്ടിക്കപ്പെടാവുന്ന, ഇവിടുത്തെ തെരുവുകളിൽ സൃഷ്ടിക്കപ്പെടാവുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരിക്കും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ അവർക്ക് അവകാശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അവരുടെ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. അതിനാൽ തന്നെ ഇനി വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് പക്ഷിക്കുട്ടികളുടെ മേൽ ലോകത്തിന്റെ കണ്ണുകൾ പതിക്കുന്ന ഒരു ദിനങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ജാഗ്രത ആവശ്യമുണ്ട്. ഒപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇനി ഇസ്രായേലിലേക്ക് നമുക്ക് നോക്കാം, ആ പശുക്കുട്ടികളിലേക്ക് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള പശുക്കുട്ടികൾ ഇപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ തന്നെ ജാഗ്രതയോടെ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങളെ നമുക്ക് നോക്കിക്കാണാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടിയും പറഞ്ഞോട്ടെ. ഈ അലക്സ ഫ്ലഡിന് മുമ്പ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിക്കുന്നതിനേക്കാൾ മുൻപ് അവരെന്തിനാണ് ശ്രമിച്ചത്? അവർ ശ്രമിച്ചത് അബ്രഹാം അക്കോഡ് ഒരു കാരണവശാലും നടപ്പാക്കരുത്, ഇതായിരുന്നു അവരുടെ ആഗ്രഹം. എന്തുകൊണ്ടായിരിക്കും അവർ അബ്രഹാം അക്കോഡ് നടപ്പാക്കരുത് എന്ന് പറയുന്നത്? അബ്രഹാം അക്കോഡ് എന്ന് പറയുന്നത് ഇസ്രായേലും മുസ്ലിം രാജ്യങ്ങളുമായിട്ട്, അതായത് അബ്രഹാമിന്റെ പാരമ്പര്യം പേറുന്നവരും അബ്രഹാത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരും ആയിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു സന്ധിയാണ്. ആ സന്ധിയിൽ ഒരു മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ ഒരു സമാധാനത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇതാണ് അതിൻ്റെ തുടക്കം. ഇതാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ അത്രയും അടുത്തൊരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആഗ്രഹമുണ്ട്. അവർ ഈ ടെമ്പിൾ മൗണ്ടിൽ ഇനി അവരുടെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങൾ പറയണം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥലം മക്കയും മദീനയുമാണ്, അതിനപ്പുറത്തേക്ക് അവർ അലക്സയെ തള്ളി പറയണം. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടെമ്പിൾ മൗണ്ടിൽ അവരുടെ ദേവാലയം പണിയുമ്പോൾ മുസ്ലിം ലോകത്ത് നിന്ന് ഒരു എതിർപ്പുണ്ടാകരുത്. ഇത് കൃത്യമായിട്ട് മണത്തെറിഞ്ഞിട്ടാണ് ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തീവ്രവാദ സംഘടനകൾ ഈ അബ്രഹാം അക്കോഡിനെ അവർ എതിർക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും ഈ യുഗാന്ത സംഭവങ്ങളെ നടപ്പാക്കുന്നതിന് വേണ്ടി പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ രാജ്യങ്ങൾ പോലും ഈ പരിശുദ്ധ ബൈബിളിലോ ഖുറാനിലോ മറ്റ് ജൂതന്മാരുടെ തോറയിലോ ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ അവരാൽ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് തോന്നുന്നത്. അപ്പോൾ ലോകത്ത് ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സമാധാനം സ്ഥാപിക്കപ്പെടേണ്ട ഒരു സമയമായി. അതുകൊണ്ടാണ് പലപ്പോഴും ട്രംപ് ഉണ്ടാക്കുന്ന സമാധാനത്തെ സമാധാന സ്ഥാപകൻ എന്ന് ട്രംപ് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ പോലും പലരും ട്രംപിനെ പോലും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഇതാണ്. ആദ്യം ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സമാധാനം സ്ഥാപിക്കപ്പെടണം. അത് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് നിറവേറും. ആ നിറവേറുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്കാകുന്ന ഒരു അവസരം വരുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പ്രത്യാഗമനത്തിനായിട്ട് അവർ കാത്തിരിക്കുന്നു. ജൂതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിശിഹ, അതായത് കർത്താവിനെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട് അവരുടെ മെസ്സിഹ ആയിട്ട് അവർ ആരെയാണോ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ വരവിനായിട്ടുള്ള കാര്യങ്ങൾ അവരും ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
പക്ഷേ എനിക്ക് തോന്നി അബ്രാഹാം അക്കോർഡ് ഉണ്ടാക്കിയാൽ പോലും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അലക്സ മോസ്കിന്റെ മേൽ ഇസ്രായേൽ കൈവച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇസ്രായേലിനെതിരെയുള്ള ഒരു മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഏകീകരണത്തിലേക്ക്, ഇവരുടെ ഇടയിൽ ഷിയ സുന്നി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നീക്കം ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ഒക്കെ മറന്ന് എല്ലാ മുസ്ലിം രാജ്യങ്ങളും എല്ലാ ഇസ്ലാം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും ഒരുപക്ഷെ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇറാൻ എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല, സൗദി എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല, മറ്റ് ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തീവ്രവാദ സംഘടനകളും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിക്കും. ഇസ്രായേൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അമേരിക്കയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു രക്ഷകനായിട്ടൊരു വ്യക്തി അവതരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സമാധാന സ്ഥാപകൻ എന്ന രീതിയിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തി അവതരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി ആരാണ് എന്നത് ലോകം ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ആ വ്യക്തിയുടെ നടപടികൾ അല്ലെങ്കിൽ ആ വ്യക്തി നൽകുന്ന പ്രസ്താവനകളൊക്കെ വളരെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു ഘട്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ തലമുറ ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് യഹൂദർ അവരുടെ മൂന്നാം ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി നടത്താൻ പോകുന്ന നീക്കങ്ങൾ അതീവ ഗൗരവത്തോടെ, അതീവ ജാഗ്രതയോടെ, അതിനേക്കാളൊക്കെ ഉപരി വിവേകത്തോടെ, ജ്ഞാനത്തോടെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണ കാലഘട്ടത്തിലൂടെ തന്നെയാണ് നാം പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ ലോക പൊളിറ്റിക്സിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ, വിവേകത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. യഥാർത്ഥ സത്യമെന്ത്, യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ, വിവേകത്തിൻ്റെ കണ്ണിലൂടെ അത് സ്വാംശീകരിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.